56ാമത് GST കൗൺസിൽ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. വരുമാന സംരക്ഷണം വേണമെന്ന പ്രതിപക്ഷം GST നിരക്കുകൾ കുറയ്ക്കുന്നതോടെ കമ്പനികൾ ലാഭം കൊയ്യരുത്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, 56ാമത് GST കൗൺസിൽ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, 56ാമത് GST കൗൺസിൽ യോഗം ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇന്ന് രാവിലെ മുതലാണ് ഈ യോഗം ആരംഭിച്ചത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 5, 12, 18, 28 എന്നീ സ്ലാബുകളാണ് ഇതുവരെ GSTയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്തത് ഇതിപ്പോൾ 5ഉം 18ഉം സ്ലാബുകൾ മാത്രമായി നിലനിർത്തുകയും 12ഉം 28 എന്നീ സ്ലാബുകൾ ഒഴിവാക്കപ്പെടുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു GST കൗൺസിൽ യോഗത്തിൽ നടന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷം സംസ്ഥാനങ്ങളൊക്കെ തന്നെയും ഈ ഒരു വരുമാന സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് യോഗത്തിൽ. അതായത് ഈ 5, 18 എന്നീ 12, 28 സ്ലാബുകൾ ഒഴിവാക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ 5, 18 സ്ലാബുകൾ നിലനിർത്തുന്നതോടുകൂടി സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടത്തിൽ നഷ്ടപരിഹാരം വേണം എന്നൊക്കെയാണ് ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളൊക്കെയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ വരുമാന സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള പദ്ധതികൾ കൂടി വേണമെന്നും ഈ ഒരു പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഈ ഒരു ആശങ്ക അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുന്നത്. അതായത് ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ കാര്യം, അതായത് ഈ വരുമാന നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഈ കാര്യം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും അതിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഈ കൗൺസിൽ യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. ഏതായാലും വരും മണിക്കൂറിൽ ഇതിൻ്റെ കൂടുതൽ വിവരം നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇപ്പോൾ 5, 12, 18, 28 എന്നീ സ്ലാബുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു 5ഉം 18ഉം നിലനിർത്തി 12ഉം 28ഉം ഒഴിവാക്കുക, അങ്ങനെയുള്ള അത്തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിൽ വരുമാന സംരക്ഷണം വേണം എന്ന് തന്നെയാണ് ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത്. അതായത് സംസ്ഥാനത്തിൽ ഈ സ്ലാബുകൾ ഒഴിവാക്കുന്നതോടെ സംസ്ഥാനത്തിൽ ചിലപ്പോൾ വരുമാന നഷ്ടം സംഭവിച്ചേക്കാം. അതിനുവേണ്ടിയുള്ള നഷ്ടപരിഹാരം, ഒപ്പം തന്നെ അത് വരുമാന സംരക്ഷണം വേണം എന്നുള്ളൊരു കാര്യമാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയും ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ദീപ്തി, ശരി. 56ാമത് GST കൗൺസിൽ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. വരുമാന സംരക്ഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. GST നിരക്കുകൾ കുറയ്ക്കുന്നതോടെ കമ്പനികൾ ലാഭം കൊയ്യരുത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.